കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ്. കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൂഫോടുകൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൈ കാൺറ്റ് യു എന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക് ഉപയോഗിച്ച് 500 സെൻറ്റൻസുകൾ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടാതെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. PDF ഫയൽസ് വാങ്ങിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും PDF ഫയൽസ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. വൈ കാൺറ്റ് യു കോൾ മീ ദിസ് ഈവനിങ്? എന്തുകൊണ്ട് നിനക്ക് ഇന്ന് വൈകുന്നേരം എന്നെ വിളിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് വൈകുന്നേരം എന്ന് പറയേണ്ടത് ഇങ്ങനെയാണ്. ടുഡേ ഈവനിങ് എന്നല്ല, ദിസ് ഈവനിങ് എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പം എന്തുകൊണ്ട് വിളിക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു തിയറി ഉപയോഗിച്ച് നമുക്കെന്നും ഉപയോഗിക്കേണ്ട കുറേ സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്സ്ഫോർഡ് 3000 എന്ന ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്ത സെൻറ്റൻസുകളാണിത്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ടൈപ്പ് സെൻറ്റൻസുകളാണിത്. വൈ കാൺറ്റ് യു കോൾ മീ ദിസ് ഈവനിങ്? എന്തുകൊണ്ട് നിനക്ക് ഇന്ന് എന്നെ വൈകുന്നേരം വിളിക്കാൻ സാധിക്കില്ല? ഈ സെൻറ്റൻസുകളെല്ലാം ഈ ഒരു തിയറി തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാ സെൻറ്റൻസുകളിലും വെർബ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. വൈ കാൺറ്റ് യു പാർക്ക് യുവർ കാർ ഹിയർ? നിനക്ക് എന്തുകൊണ്ട് നിന്റെ കാർ ഇവിടെ പാർക്ക് ചെയ്തുകൂടാ? വൈ കാൺറ്റ് യു പോസ്റ്റ് DVD ആൻഡ് ആൻസർ ദ ഫോൺ? എന്തുകൊണ്ട് നിനക്ക് DVD പോസ്റ്റ് ചെയ്ത് ഫോൺ ആൻസർ ചെയ്തുകൂടാ? ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സെൻറ്റൻസുകൾ തന്നെയാണ്. വൈ കാൺറ്റ് യു പേ ഇൻ ക്യാഷ്? ഒരു വ്യക്തി പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിക്കൂടാ? ആ ഒരു സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. വൈ കാൺറ്റ് യു പേ ഇൻ ക്യാഷ്? അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ ഇൻ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബൈ ആണ്. അത് മറക്കരുത്. ഇനി ക്യാഷ് ആയിട്ട് ഒരു വ്യക്തി പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിക്കൂടാ? വൈ കാൺറ്റ് യു പേ ബൈ ക്രെഡിറ്റ് കാർഡ്? പ്രൊപ്പോസിഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബൈ ആണ്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള സെൻറ്റൻസുകളാണ്. കൂടുതൽ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് PDF ഫയൽസിൽ കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാൻ വ്യത്യസ്തമായ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് PDF ഫയൽസിൽ കൊടുത്തിട്ടുണ്ട്. 500 രൂപ നൽകി നിങ്ങൾക്ക് PDF ഫയൽസ് വാങ്ങാവുന്നതാണ്. ഇനി നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയട്ടെ. ഓക്സ്ഫോർഡ് 3000 സെൻറ്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ് 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഇത്തരം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ലാംഗ്വേജ് ക്വാളിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പോലും നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു സെൻറ്റൻസ് കാണാൻ സാധിക്കും. ഈ സെൻറ്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് മെസ്സേജ് അയക്കണം. ഈ സെൻറ്റൻസ് ശരിയാണെങ്കിൽ സെൻറ്റൻസ് ഈസ് കറക്റ്റ് എന്ന് മെസ്സേജ് അയക്കുക. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഐ ഡോണ്ട് നോ എന്നാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു വീഡിയോസ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.